മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൽ വിഭാഗീയത മൂർച്ഛിക്കുന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന ജനകീയ ശുചീകരണ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും പിണറായി സർക്കാരിന്റെ ജനകീയ ശുചിത്വ പരിപാടി തട്ടിപ്പാണെന്നും അതിൽ പ്രതിഷേധിക്കുന്നതായി DCC സെക്രട്ടറിയും കൗൺസിലറുമായ K. അജിത് കുമാർ അറിയിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്തു എന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പിന്റെ ഭാഗമാണ് നാളെ നടക്കുന്ന ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. മന്ത്രിക്ക് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെ ഈ ഉദ്ഘാടന മാമാങ്കമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരെയുള്ള കൃത്യമായ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ നഗരസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന SAA ആസാദും കൗൺസിലറായ സന്ധ്യ കൊടക്കാടത്തും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏറെക്കാലമായി വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കങ്ങളും ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനവും കൊടുമ്പിരി കൊള്ളുകയാണ്. KPCCയും DCCയും ഇടപെട്ടിട്ടും ഇത്തരം ചേരിതിരിഞ്ഞ പ്രവർത്തനത്തിന് അറുതി ആയിട്ടില്ല. ഞാനൊരു വാട്സപ്പിൽ കൂടി ഇത്തരം പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കാൻ പാർട്ടിയിൽ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ അവരുടെ പ്രസിഡന്റുമാരാണ് പാർട്ടി നിർദ്ദേശങ്ങൾ അണികൾക്ക് കൊടുക്കുന്നത്. മറ്റേ ആരെയും DCCയോ KPCCയോ ചുമതലപ്പെടുത്തിയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ പൊതുവായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിഷയങ്ങളിൽ പാർട്ടി മാറി നിൽക്കേണ്ട, അതിനോട് യോജിച്ച് പോകാനുള്ള ഒരു തീരുമാനമാണ് പാർട്ടിയുടെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ പാർലമെന്റ് പാർട്ടി നേതാവ് അത് മാധ്യമങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ഒരു ലീവ് മുന്നുണ്ടായിരുന്ന പാർലമെന്റ് പാർട്ടി നേതാവ് K. അജിത് കുമാർ ലീവ് കൊടുത്ത് 2 മാസത്തേക്ക് ലീവ് കൊടുക്കുകയും DCC പ്രസിഡന്റ് ഒരു അധിക ചുമതല വഹിക്കാം SA ആസാദിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ കത്ത് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിലവിലെ ആളാണ് K. അജിത് കുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജിവെച്ചു അതിനെ സംബന്ധിച്ച് KPCC ആണ് തീരുമാനമെടുക്കുന്നത്. DCC പ്രസിഡന്റിന്റെ കോപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ഇതിൽ നിലനിൽക്കുന്നുണ്ട്, വിഷയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ KPCC എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടുമ്പോഴാണ് നമുക്ക് ഇനി അതിനെ പറ്റിയിട്ടുള്ള ചിന്തിക്കാൻ കഴിയും. കോൺഗ്രസ് കൗൺസിലർമാർ തീർച്ചയായും പാർട്ടി നിർദ്ദേശം കേൾക്കും. ചെറിയ ആശയങ്ങൾക്കും ഇന്നത്തെ ചില കാലങ്ങളായി ഇരുന്ന ആളുകൾ പറയുമ്പോൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ മിക്ക ആളുകളും പല അസംഖ്യകളും കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഒരു തരത്തിലും ഒരു വിഭാഗീയമായിട്ട് ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർമാരെ ഒറ്റക്കെട്ടായി പാർട്ടി തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിന്റെ കുഴിത്തോണ്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ 2 തട്ടിലായി പ്രവർത്തിക്കുന്നതുമൂലം താഴെ തട്ടിലുള്ള പ്രവർത്തകരും ഏറെ നിരാശയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.